ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അണിഞ്ഞുകൊണ്ടായിരിക്കുമാറാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നൊരു സത്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ മുഖാന്തരമാണ്. ഈ ലോകത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ, നിത്യമായ സ്വർഗരാജ്യം. ആ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്ന സത്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹിക്കുന്ന ഒരു വ്യക്തി നിത്യജീവൻ പ്രാപിക്കുന്നു. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാന വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വചനം പറയുകയാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം, നിത്യജീവൻ അവർക്കുള്ളത്. വീണ്ടും തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്, സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന അനേകം വ്യക്തികൾക്ക് ഉപദ്രവങ്ങൾ, സഹനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് ദൈവവചനം സാക്ഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ആർക്കാണ് സ്വർഗരാജ്യം, ആർക്കാണ് നിത്യജീവൻ? നീതി നിമിത്തം കഷ്ടത സഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. ആ സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ടെന്നാണ് കർത്താവചനം പറയുന്നത്. അതായത് ദൈവനാമത്തിൽ, ദൈവത്തിൻ്റെ പേരിൽ നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനായി, ഭാഗ്യവാനായി മാറുന്നത് ആ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ ദൈവനാമത്തിൽ സഹിക്കുമ്പോഴാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യന് സഹിക്കുവാനുള്ള മനസ്സില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ഉള്ള കാര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അതിനെ ഓർത്ത് വേദനിക്കുക, അങ്ങനെ ഉണ്ടാകുന്ന മനസ്സുണ്ടാകുന്ന മുറിവിനെ താലോലിക്കുക, അത് പലപ്പോഴും ഏറ്റുപറഞ്ഞ് അതിൽ സന്തോഷിക്കുക. എന്നാൽ കർത്താവ് വചനം പറയുകയാണ്, ഇങ്ങനെ ഇത് ക്ഷമയോടെ സഹിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്ന. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു: ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുക, കഷ്ടത സഹിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവം സഹനങ്ങൾ, കഷ്ടതകൾ നൽകിയിരിക്കുന്നത് ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു: അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ അത് ദൈവം വെച്ചതാകുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുക. എന്തിനാണ് ദൈവം സഹനം അനുവദിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോട് കഷ്ടം അനുഭവിപ്പാൻ കൂടി ദൈവം നിങ്ങൾക്ക് വരം നൽകി. ഇതൊരു വരമാണ്. ദൈവം ദാനമായി നൽകുന്നൊരു വരമാണ് കഷ്ടത. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്താണ് അവർക്ക് ലഭിക്കുന്ന ഭാഗ്യം? നിത്യജീവൻ, സ്വർഗത്തിൽ പ്രതിഫലം. എന്നാൽ ഇന്ന് മനുഷ്യന് കഷ്ടത സഹിക്കാൻ മനസ്സില്ല. ജീവിതത്തിൽ ഒരു ദുഃഖങ്ങൾ വരുമ്പോൾ, ദുരിതം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തെ ശപിക്കുക, ദൈവത്തെ ദുഷിക്കുക. ദൈവം എന്തിന് എന്നോടിങ്ങനെ ചെയ്തത്?
എൻ്റെ ജീവിതത്തിൽ എന്തിനാ ദൈവം ഈ സഹനം നൽകിയത്, ഈ കഷ്ടം നൽകിയത്? ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ചില സൗകര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ചില സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ വേദനിക്കുന്നവർ. എന്നാൽ ഇതിൻ്റെ പിന്നിലൊരു അനുഗ്രഹമുണ്ട് എന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് പ്രത്യാശ നൽകും. നമുക്കറിയാം, ഒരു രാത്രി കഴിഞ്ഞാൽ പിന്നെ ഒരു പകലുണ്ട്, ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കമുണ്ട്. ഒരു ദുഃഖവെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ ഒരു ഉയർപ്പുണ്ട്, ഉയർപ്പ് ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ സഹനത്തിൻ്റെ പിന്നിൽ അനുഗ്രഹമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ദൈവം എന്തിനാണ് സഹനങ്ങൾ നൽകുന്നത്? മത്തായി സുവിശേഷം 5:11 കർത്താവിന്റെ വചനം പറയുകയാണ്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിൻ്റെ പിന്നിൽ ദൈവം നൽകുന്ന പ്രതിഫലമാണ് സ്വർഗത്തിൽ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ. ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സന്തോഷം മാത്രമുള്ള ആനന്ദത്തിൻ്റെ ഒരു പരദീസ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് അതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്കറിയാം, നമ്മുടെ സഭയിലെ പൂർവ്വപിതാക്കന്മാർ അവർ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും അനുഭവിച്ചത് നിത്യജീവനിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പ്രതിയാണ്. എന്തുകൊണ്ടാണ് പലരും രക്തസാക്ഷികളായത്? ഇന്ന് സഭയിൽ അനേകം സഹതയന്മാരുണ്ട്. അവർ സഹതയന്മാരായത്, രക്തസാക്ഷികളായത് അവർക്ക് ലഭിക്കാൻ പോകുന്ന നിത്യരക്ഷയെ ഓർത്തുകൊണ്ടാണ്. സകലവും ഛേദമെന്നെണ്ണി അവരുടെ ജീവനെ പോലും ദൈവത്തെ പ്രതി, കർത്താവിനെ പ്രതി വില കൊടുക്കുവാൻ തയ്യാറായി. ഇന്ന് സുവിശേഷത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? നമ്മൾ സ്വയം ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മൾ നിത്യജീവനെ പ്രതി ഈ ഭൂമിയിൽ സഹനമേറ്റെടുക്കാൻ, വില കൊടുക്കാൻ തയ്യാറാണോ? ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, വേദന വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ദൈവത്തെ പ്രാകുകയും ദുഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണോ? സ്വയം പരിശോധിക്കുക. കർത്താവിന്റെ വചനം പറയുന്നു, 1 പത്രോസ് 3:14 പറയുന്നു, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെങ്കിൽ ഭയപ്പെടുകയും കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. വചനം പറയുകയാണ്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതായത് നിങ്ങൾ സുവിശേഷത്തെ പ്രതി ദൈവനാമത്തിൽ ഒരു കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ അതിൻ്റെ പിന്നിൽ അനുഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിയണം. വീണ്ടും 1 പത്രോസ് 4:14 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുമല്ലോ. ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്ന നിമിഷമാണ് കഷ്ടത സഹിക്കുമ്പോൾ. അതിനും പറയുകയാണ്, ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകമായി നിങ്ങളിൽ നിറയുന്നു. ഇന്ന് സുവിശേഷത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതി എന്തെങ്കിലും കഷ്ടതകളോ ഞെരുക്കങ്ങളോ ദുരിതങ്ങളോ അപകീർത്തിയോ എന്തെങ്കിലും സഹിക്കേണ്ടി വരുമ്പോൾ ഇത് ഉപേക്ഷിച്ച് ജീവിതം ഒളിച്ചോടുന്ന വ്യക്തികൾ അനേകം പേര്. എന്നാൽ അതിൻ്റെ പിന്നിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിൽ വരെ പ്രതിഫലം ലഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് സഹനത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ സഹനം സ്വയമായി ഏറ്റെടുത്തിരുന്നു. ദൈവനാമത്തിൽ ദൈവത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്തിരുന്നു. ഇന്ന് സഹിക്കാൻ ആർക്കും മനസ്സില്ല. ഒരു നേരം ഉപവസിക്കാൻ പോലും, ശരീരത്തെ ഒന്ന് മയപ്പെടുത്തുവാൻ, ഒന്ന് എളിമപ്പെടുത്തുവാൻ, ഒന്ന് ഉപവസിക്കാൻ പോലും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം ലോകത്തിൻ്റെ സുഖം, ശരീരത്തിൻ്റെ സുഖം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഈ ലോക സുഖങ്ങളിൽ, ജഡത്തിൻ്റെ സുഖങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ദൈവനാമത്തിൽ ഒരു സഹനം ഏറ്റെടുക്കാൻ തയ്യാറാകും? നമുക്കറിയാം, ബൈബിളിൽ പല സ്ഥലത്ത് ഉപവാസം പ്രഖ്യാപിക്കുന്നതായി കാണാം. ഉപവാസം പ്രഖ്യാപിക്കുക, ചില വിഷയങ്ങളുടെ മേൽ വിജയം പ്രാപിക്കാനായിട്ട് ഉപവാസം പ്രഖ്യാപിക്കുക, ഉപവാസ ദിവസം പ്രഖ്യാപിക്കുക. ഇത് സ്വയം സഹനം ഏറ്റെടുക്കുകയാണ്.
ദൈവനാമത്തിൽ ദൈവത്തെ പ്രതി ചില കാര്യങ്ങൾക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഉപവാസം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സുഖം ഉപേക്ഷിക്കാൻ, ലോകത്തിൻ്റെ സുഖം ഉപേക്ഷിക്കാൻ, ശരീരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സഹനം ഏറ്റെടുക്കാൻ നാം വില കൊടുക്കാറുണ്ട്. സഹനത്തിനായി നമ്മുടെ ജീവിതം വില കൊടുക്കാറുണ്ട്. പരിശോധിക്കുക. വീണ്ടും സഹനം ദൈവഹിതമാണെന്ന് ദൈവത്തിന് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. 2 തിമോത്തിയോസ് 3:12 പറയുന്നു, എന്നാൽ യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ദൈവഭക്തിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും സഹനം ഉണ്ടാകും. അപ്പോൾ ക്രിസ്തീയ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിക്ക് സഹനമില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഭക്തി എന്ന് പറയുന്നത് കപടഭക്തിയാണ്. യഥാർത്ഥ ഒരു വിശ്വാസി, ക്രിസ്തു വിശ്വാസിയിൽ വചനം പറയുന്നു അവർക്ക് ഉപദ്രവം ഉണ്ടാവും, കഷ്ടതയുണ്ടാവും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയില്ലേ, സഹനമില്ലേ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭക്തി എന്ന് പറയുന്ന ഒരു കപടഭക്തിയാണ്. വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയാണ്, യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം സഹനമുണ്ടാകും, ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ സഹനം മാറിപ്പോകാൻ വേണ്ടി അതിനുവേണ്ടി നമ്മൾ മത്സരിക്കരുത്. സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയാണ്. ആ വ്യക്തി അത് മുഖാന്തരം നിത്യരക്ഷ പ്രാപിക്കുകയാണ്. വീണ്ടും 1 പത്രോസ് 3:17 പറയുന്നു, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നന്ന്. അതിന് പറയാണ്, സഹനം ഏറ്റെടുക്കുന്നത്, സഹിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ എങ്ങനെയുള്ള സഹനമാണ് ഏറ്റെടുക്കേണ്ടത്? വചനം പറയുന്നു, തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് ജീവിതത്തിൽ സഹനം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, അത് അനുഗ്രഹമാണ്. എന്നാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനം നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ അനന്തരഫലമാണോ? പാപത്തിന് പ്രതിഫലമുണ്ട്, പാപത്തിന് ശമ്പളമുണ്ട്. പാപത്തിൻ്റെ ശമ്പളമാണ് കഷ്ടത. ആദ്യപിതാവായ ആദം പാപം ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും, നിന്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ നീ അതിൽ നിന്ന് അകോവൃത്തി അനുഭവിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ കഷ്ടത എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളമാണ്. എന്നാൽ ദൈവം അനുവദിക്കുന്ന കഷ്ടത ജീവിതകാലം മുഴുവനല്ല, അല്പസമയത്തേക്ക്. സഹിക്കാൻ കഴിയാത്ത ഒരു സഹനങ്ങളും ഒരു പരീക്ഷകളും ദൈവം അനുവദിക്കുന്നില്ല. നിനക്ക് ചുമക്കാൻ കഴിയാത്ത ഒരു സഹനങ്ങളും ദൈവം നിനക്ക് തരില്ല. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ കഷ്ടതയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന സഹനങ്ങൾ അത് പാപത്തിൻ്റെ പ്രതിഫലമാണോ, ദൈവം നൽകുന്ന, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നൽകുന്ന ചില സഹനങ്ങളാണോ എന്ന് സ്വയം പരിശോധിക്കണം. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന അനേക കഷ്ടതയുടെ കാരണം പാപത്തിൻ്റെ ശമ്പളമാണ്. പാപം മൂലം ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികൾ. എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ കഷ്ടത സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ അത് തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നല്ലത്. അപ്പം നന്മ ചെയ്യുമ്പോൾ സഹനങ്ങളുണ്ടാകും, നന്മ ചെയ്യുമ്പോൾ ഉപദ്രവം ഉണ്ടാകും, നന്മ ചെയ്യുമ്പോൾ പീഡിപ്പിക്കപ്പെടും, നന്മ ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തലും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകും, നന്മ ചെയ്യുമ്പോൾ വിടക്കെന്നെണ്ണും, നന്മ ചെയ്യുമ്പോൾ വെറുക്കപ്പെടും, ഒറ്റപ്പെടും. ആ സമയത്ത് നാം അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായ സംഘർഷങ്ങൾ, സഹനങ്ങൾ അത് നമുക്ക് അനുഗ്രഹമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുക. പിന്നെ കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തി സഹനം ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. എന്താണ് സ്വർഗത്തിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം? യാക്കോബിൻ ലേഖനം 1:12 കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഈ ലോകത്തിൽ നാം സഹനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമ്പോൾ ദൈവനാമത്തിൽ ദൈവ നൽകുന്നതാണെന്നുള്ള മനോഭാവത്തോടെ, ദൈവം അനുവദിച്ചതാണെന്നുള്ള മനോഭാവത്തോടെ, അത് നന്മ ചെയ്തിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങൾ, വേദനകൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് ദൈവം അനുവദിച്ചതാണ്, അതിൻ്റെ പിന്നിൽ അനുഗ്രഹമുണ്ട് എന്ന്
വിചാരിച്ച് സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലമാണ് ജീവൻ്റെ കിരീടം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യർക്ക് ജീവകിരീടമുണ്ട്. സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രതിഫലമാണ് ജീവകിരീടം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ ജീവകിരീടം ലക്ഷ്യമാക്കി, നിത്യജീവൻ ലക്ഷ്യമാക്കി, സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ലക്ഷ്യമാക്കി ജീവിതം സഹനത്തിന് വേണ്ടി വിട്ടുകൊടുത്തവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ സഹനങ്ങൾ വരുമ്പോൾ, ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ വരുമ്പോൾ, അത് രോഗമാകാം, കടബാധയാകാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയാകാം, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാകാം. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഏത് സഹനവും അത് അനുഗ്രഹമാണ്. അതിൻ്റെ പിന്നെ നിത്യജീവനുണ്ട്. സ്വർഗത്തിൽ നമുക്കായി ദൈവം നൽകുന്ന പ്രതിഫലമാണ് ജീവകിരീടം. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, 2 തീമോഥെയോസ് 4-ാം 7-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധനായ പൗലോസ് തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ നീതി ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് നീതിയുടെ കിരീടം. നന്മ ചെയ്തിട്ട് സഹനം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് നീതിയുടെ കിരീടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യക്തിപരമായി പറയാൻ സാധിക്കുമോ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ എനിക്കായി ഒരു കിരീടം ഒരുക്കി വച്ചിട്ടുണ്ട്, നീതിയുടെ കിരീടം, ജീവകിരീടം. ഇത് പ്രാപിക്കാൻ നാം ഈ ലോകത്തിൽ സഹനത്തിനെതിരെ ഒരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി നാം പോരാടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷയിൽ നമ്മൾ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പരീക്ഷ നമുക്കൊരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കുമോ? കർത്താവായ യേശു ക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാനപാത്രം നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. ഇതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന. സഹനം മാറിപ്പോകണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, പരീക്ഷ നമ്മളെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തോട് പറയും, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ഞാനത് സഹിക്കണമെന്നാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അല്ല, നീ ആഗ്രഹിക്കാത്തൊരു സഹനമാണ് ഞാൻ അനുഭവിക്കുന്നത്, നീങ്ങിപ്പോണം. അപ്പോൾ ദൈവം തരുന്നതാണോ നമ്മുടെ ജീവിതത്തിലെ സഹനം? ആ ദൈവഹിതമാണ് എങ്കിൽ സ്വീകരിക്കാൻ നാം മനസ്സുള്ളവരായിരിക്കണം. യേശു പറഞ്ഞതുപോലെ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം. ഞാൻ ഈ കഷ്ടത സഹിക്കണമെന്ന് നിൻ്റെ ഹിതമാണെങ്കിൽ അത് ഞാൻ തയ്യാറാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? സഹനത്തിൻ്റെ പിന്നിൽ വലിയ അനുഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ഒരു വ്യക്തി സഹനം ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പങ്കാളിയായി തീരുവാൻ ദൈവം കൃപ നൽകും. 1 പത്രോസ് 4-ാം 13-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്, എന്നാൽ കഷ്ടതയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, വേദനയില്ലാത്ത നിത്യസന്തോഷത്തിൻ്റെ സ്വർഗരാജ്യം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോടുകൂടെ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾ മുഖാന്തരമായി തീരും. അതിനെ പറയാണ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഇന്ന് നമുക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്, കഷ്ടതയുണ്ട്, എന്നാൽ അന്ന് നമ്മൾ ആനന്ദിക്കും. എപ്പോഴാണ്? യേശുവിൻ്റെ വീണ്ടും വരവിൽ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനോട് പറന്നു വരുമ്പോൾ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും
1 പത്രോസ് 1-7 കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. വചനം പറയുകയാണ്, തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അപ്പോൾ സഹനം എന്ന് പറയുന്നൊരു വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ ദൈവവുമായിട്ട് എനിക്ക് എന്തുമാത്രം ബന്ധമുണ്ട്, ദൈവത്തിൽ എനിക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട് എന്ന് ദൈവം പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ്. ഈ പരിശോധനയാണ് നമുക്ക് വിജയം നൽകുന്നത്, നിത്യജീവനിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുന്നത്. പരീക്ഷ ഉള്ള ഒരു വ്യക്തിക്കാണ് വിജയം. ഒരു വിദ്യാർത്ഥി ജയിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ ബുദ്ധി ഉള്ളതുകൊണ്ടോ കഴിവുള്ളതുകൊണ്ടോ നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ടോ നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ടോ നല്ല കഴിവുള്ളതുകൊണ്ടോ അല്ല, പരീക്ഷ ഉള്ളതുകൊണ്ടാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല. 10 വർഷം കഴിഞ്ഞാൽ കുട്ടി ഒന്നിൽ തന്നെ ആയിരിക്കും. ഇതുപോലെ തന്നെ ജീവിതത്തിൽ പല സഹനങ്ങൾ പരീക്ഷകൾ വരുമ്പോൾ അതിനെ ജയിക്കുന്ന ഒരു വ്യക്തിക്കാണ് വിജയം, നിത്യജീവൻ. ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ്. ഇന്ന് ജീവിതത്തിൽ രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കഷ്ടതയുണ്ട്, ദാരിദ്ര്യമുണ്ട്. എന്ത് നന്മ ചെയ്താലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും നിന്ദനങ്ങളും പരിഹാസങ്ങളും മാത്രമേ ഉള്ളൂ. സുവിശേഷത്തെ പ്രതി എല്ലാം സഹിക്കുന്ന ഒരു വ്യക്തിക്ക് വചനം പറയുന്നു, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ, അവൻ 2ാമത്തെ വരവിൽ മഹത്വത്തിനും പുകഴ്ചയ്ക്കും മാനത്തിനും കാരണമായി തീരും. അതുകൊണ്ട് ഇന്നത്തെ ഈ സഹനത്തെ ഓർത്ത് സന്തോഷിക്കണം. ഇന്നത്തെ നിന്ദനങ്ങളും പരിഹാസങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് വചനം പറയുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. ഇന്ന് ഈ സഹനത്തെ പ്രതി നമുക്ക് സന്തോഷിക്കാം. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു നിത്യമായ സ്വർഗരാജ്യം, നിത്യമായ തേജസ്സിൽ അവനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കൊരു ഭാഗ്യം, അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വലിയ ബോധ്യത്തോടെ ഇന്ന് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവമഹത്വത്തിനായി ദൈവകരങ്ങൾ സമർപ്പിക്കുക. പാപം മൂലം എന്തെങ്കിലും സഹനങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ പാപമോചനം പ്രാപിക്കാൻ തീരുമാനമെടുക്കുക. കർത്താവേ, പാപമോചനവും നിത്യരക്ഷയും പ്രാപിക്കാൻ ഞങ്ങളുടെ സഹനങ്ങളെ നിൻ്റെ കരങ്ങളിൽ കാഴ്ചയായി സമർപ്പിക്കുന്നു. നമുക്ക് കണ്ണടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വാർക്കുമോർ ഞങ്ങളെ തുല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ എന്നുള്ള ബോധ്യത്തോടെ നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ബോധ്യം നൽകിയല്ലോ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വരുന്ന സഹനങ്ങളെ, ഉപദ്രവങ്ങളെ, കഷ്ടതകളെ, നിന്ദനങ്ങളെ, പരിഹാസങ്ങളെ, പീഡനങ്ങളെ ദൈവനാമത്തിൽ യേശുക്രിസ്തുവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി വരുന്ന എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ സ്വർഗരാജ്യം, ആ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന വലിയ പ്രതിഫലം, കർത്താവ് ഞങ്ങൾക്ക് ജീവൻ്റെ കിരീടം, നീതിയുടെ കിരീടം ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ 2ാമത്തെ വരവിൽ തേജസ്സിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി തീരുവാൻ ഈ സഹനങ്ങൾ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കർത്താവെ അവിടുന്ന് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് തനിക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സഹനങ്ങളും ദൈവനാമത്തിൽ ദൈവമഹത്വത്തിനായി, ഞങ്ങളുടെ അനുഗ്രഹത്തിനായി, നിത്യരക്ഷയ്ക്ക് മുഖാന്തരമായി അത് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്കിത് അനുഗ്രഹമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സഹനങ്ങളും അനുഗ്രഹമാക്കി സ്വീകരിക്കുവാൻ കൃപ ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ, ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ, ഞങ്ങളുടെ സഹനങ്ങൾ അനുഗ്രഹമാക്കി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.